ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന പോളിസിയെ കുറിച്ച് പറയാനാണ്. ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പോളിസി ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നു കഴിയുമ്പോൾ അതിൻ്റെ ബില്ലാണ് അവർ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അത്രയും ഒരു ദിവസം നമുക്ക് നിശ്ചയിക്കാം എത്ര രൂപ വെച്ച് വേണം. അതായത് 1000, 2000, 3000, 4000, 5000 എന്നിങ്ങനെ നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാം. അനുസരിച്ചായിരിക്കും നമുക്ക് പോളിസിയുടെ പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു 3000 രൂപ നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മളിപ്പോൾ 5 ദിവസമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണമെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 15000 രൂപ നമ്മൾ അക്കൗണ്ടിലോട്ട് തരുന്നതായിരിക്കും. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പോളിസി ഉണ്ടെങ്കിൽ അത് കമ്പനിക്കാർ കൊടുക്കും. നമ്മൾക്ക് എക്സ്ട്രാ വരുന്ന ചിലവ്, ഇപ്പോൾ നമ്മൾ ഈ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമോ, അപ്പോൾ നമ്മൾ ഫാമിലി ആണെങ്കിലും വീട്ടുകാർ 5 ദിവസം ആശുപത്രി കിടക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. മറ്റുള്ള ചിലവുകൾ വരും. അത് ഫുഡിൻ്റെ കാര്യം, മറ്റ് പോക്ക്, യാത്ര കൂലി, അല്ലാതെയൊക്കെ ഒരുപാട് ചിലവുകൾ വരും. ആ ചിലവിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുക. നമുക്ക് ഇനി എന്താവശ്യത്തിനും ആ എമൗണ്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസം ഓരോ ദിവസവും നമുക്ക് നിശ്ചിത തുക നമുക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കും. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സാധാരണ ആൾക്കാർക്കും എടുക്കാവുന്ന നല്ലൊരു പോളിസിയാണ്. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സാധാരണ ആൾക്കാരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരുപാട് ഒരുപാട് പേര് മെഡിക്കൽ കോളേജ്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വിശ്വാസമില്ല, ചിലർക്ക് വിശ്വാസമില്ല, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പ്രൈവറ്റിൽ പോവാതെ ഗവൺമെൻറ് ഡയറക്റ്റ് പോയി അവിടെ അഡ്മിഷൻ എടുത്ത് കിടന്ന് ചികിത്സിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പറയും നമുക്ക് പോളിസിയുടെ കാര്യമില്ല, പോളിസി എടുത്തിട്ട് വലിയ ബെനിഫിറ്റ് വരുന്നില്ല, അതൊരു പോളിസി എടുക്കാൻ വേണ്ടിയുള്ള ഭീമമായ തുകയില്ല. പക്ഷേ അവരെ സംബന്ധിച്ചോളം ഒരു ബെസ്റ്റ് പോളിസിയാണ് ഈ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ ഒരു ജനറൽ ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഒരു 5-10 ദിവസം കിടക്കേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒരു 3000 രൂപയുടെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ, അവർക്ക് ഒരു 10 ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് 30000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കമ്പനി അറിയിക്കുകയും കമ്പനി നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മറിയും റിപ്പോർട്ടും നമ്മളെ കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നമ്മൾ അക്കൗണ്ടിലോട്ടാണ് പേയ്മെൻറ്റ് ഇട്ട് തരുന്നത്. അതായത് ഒരു ദിവസം 3000 വെച്ച് 10 ദിവസം ആകുമ്പോൾ 30000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക്, സാധാരണ ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു പോളിസിയാണ്. ഇനി ഇതിൻ്റെ പ്രീമിയം എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം നോക്കാം. അതായത് 1000 രൂപയ്ക്ക് വരുന്ന ഒരു ദിവസം, ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 1000 രൂപ മതി. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് വരുന്നതെന്ന് വെച്ചാൽ 927 സംതിങ് ആണ് വരുന്നത്. അതായത് 50 വയസ്സിന് അകത്തുള്ളവർക്ക്, 50 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ഒരു പ്ലാനും 2 രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. അതായത് 18 തൊട്ട് 50 വയസ്സ് വരെ ഒരേ റേറ്റ് ആയിരിക്കും, 50 തൊട്ട് 65 വരെ. ഈ പോളിസി 65 വയസ്സ് വരെയാണ് ഈ പോളിസി കൊടുക്കുന്നത്. 65 കഴിഞ്ഞാൽ പോളിസി കൊടുക്കത്തില്ല. 65 മുമ്പ് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം നമുക്ക് 65 കഴിഞ്ഞാലും ഒരേ ടൈമിൽ നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് 900 സംതിങ് വരും. ഒരു 3000 രൂപയ്ക്കാണ് വേണ്ടെങ്കിൽ നമുക്കൊരു 2000 സംതിങ് രൂപയാണ് വരുന്നത്. 2700 രൂപയോളം വരുന്നുണ്ട്. ഒരു ഫാമിലി ഫോട്ടോയാണ് ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു 2000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ, അത് ഒരു ദിവസം ഒരു 2000 രൂപ കിട്ടുന്ന ഇതാണെങ്കിൽ ഒരു ഫാമിലിക്ക് വരുന്നത് 2000 സംതിങ് രൂപയായിരിക്കും. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ ഏകദേശം വരുന്നത്. ഇനി ഇത് 2 രീതിയിലാണ് കമ്പനി തിരിച്ചിരിക്കുന്നത്. അതായത് 1000, 2000, 3000 ബേസിക് പ്ലാൻ പോലെയും 3000, 4000, 5000 എന്നിവ ഒരു പ്രീമിയം ലെവലിലുമാണ് കമ്പനി 2ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ തമ്മിൽ ചെറിയ 2 വ്യത്യാസങ്ങളുണ്ട്. അതായത് പ്രീമിയം ലെവലുള്ള പോളിസി എടുക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വരുന്നത്, നമുക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താലും അതിൽ നമുക്ക് ഒരു ദിവസം 5 ദിവസം കടന്നു കഴിഞ്ഞാൽ അപ്പോൾ 5000 രൂപയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 5 ദിവസത്തേക്ക് 25000 കിട്ടും. പിന്നെ അതെന്ന് പറഞ്ഞാൽ വേൾഡ് മൊത്തം നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇന്റർനാഷണൽ നമ്മൾ ഇവിടെ ഇപ്പോൾ NRIക്കാർക്കാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഗൾഫ് നാടുകളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും അതിൻ്റെ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ഇത്ര അവർ എടുത്തിരിക്കുന്ന എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും.
പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 3000 രൂപയുടെ പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ആക്സിഡന്റ് പറ്റി പോവുകയാണെങ്കിൽ ഒരു ദിവസം 3000 എന്ന് പറഞ്ഞത് 150% നമുക്ക് കിട്ടും. അതായത് 3000 രൂപ എടുത്തവർക്ക് 4500 രൂപ കിട്ടും. നമ്മൾ ആക്സിഡന്റ് പറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി 5 ദിവസം അഡ്മിറ്റ് ചെയ്തായാലും നമുക്ക് ഒരു ദിവസം 4500 വെച്ചാണ് കിട്ടുന്നത്. 10 ദിവസം കിടക്കുവാണെങ്കിൽ 45000 രൂപ കിട്ടും. ഇനി അത് നമ്മൾ ICയിലായി ഇപ്പോൾ 3000 വെച്ചെടുത്തതിന് നമുക്ക് ഡബിൾ കിട്ടും. ഒരു ദിവസം 6000 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ 10 ദിവസം കിടക്കുവാണെങ്കിൽ 60000 രൂപ കിട്ടും. അപ്പം നമ്മൾ അനാവശ്യ ചെലവ് ഒരുപാട് ചെലവുകളെല്ലാം അതിൽ കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ ബാക്കിയായി പ്രസന്റേഷന് മൊത്തം കറക്റ്റായി പറയുന്നുണ്ടായിരിക്കും. ഇനി ഇത് നമുക്ക് വേറൊരു ബേസിക് പോളിസി ഉണ്ട്. നമ്മൾ വേറെ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിക്കാർ നമ്മൾ ബേസിക് പോളിസി ക്ലെയിം ചെയ്ത് നമ്മൾക്ക് അവിടെ ആവുന്ന ബില്ലിൻ്റെ സെറ്റിൽമെൻറ്റ് അവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇത് റീംബേഴ്സ്മെൻ്റ് ആയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്നതിൻ്റെ ഹോസ്പിറ്റൽ ആവുന്നതിൻ്റെ ഒറിജിനൽ ബില്ലെല്ലാം നമുക്ക് വേറൊരു പോളിസി ഉണ്ടെങ്കിൽ അവർ കമ്പനി സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോകോപ്പി വെച്ച് നമ്മൾ ഡിസ്ചാർജ് ആയ പിന്നെ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന കമ്പനിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിലോട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പം അതായത് ഒരു ബേസിക് പോളിസി ഉള്ളവർക്കും വേറെ ഒരു അഥവാ വേറെ പോളിസി ഇല്ലാത്തവർക്കും ഇത് എടുക്കാവുന്നതാണ്. ഇനി ഏത് കമ്പനിയുടെ പോളിസി വേറെ ബേസിക് പോളിസി ഇന്ന കമ്പനിയുടെ പോളിസി സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ വേണം ഇല്ല. ഏത് കമ്പനിയുടെ അതായത് മെഡിസെപ്പ് ഉള്ളവർക്കോ വേറെ ഏത് കമ്പനിയുടെ പോളിസി ഉള്ളവർക്കും ഇത് എടുക്കാവുന്നതാണ്. ഇനി വേറെ കാര്യം ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പോളിസി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഉണ്ട് എങ്കിൽ ഈ പോളിസി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇത്ര രൂപ വെച്ച് കിട്ടുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു സാധാരണ ഒരു ഹെൽത്ത് പോളിസി പോലെയാണ് ഇതിൻ്റെ റൂളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതായത് നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് വരും. 30 ദിവസങ്ങൾക്ക് ശേഷം അഡ്മിറ്റ് ആവുന്ന അസുഖങ്ങൾക്കാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് നേരത്തെ മുമ്പ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് 36 മാസം വെയിറ്റിംഗ് പീരീഡ് വരും. പിന്നെ സ്ലോ സ്പീഡ് അസുഖങ്ങൾക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് വരും. അതായത് നോർമൽ പോളിസിക്കുള്ള എല്ലാ റൂളുകളും ഇതിൽ പെടും. അതായത് നമ്മളൊരു പോളിസി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഫുൾ അസുഖങ്ങൾക്ക് കവർ ചെയ്ത് വരുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്ത് നാളെ തന്നെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള അത് പറ്റത്തില്ല. 30 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന അസുഖങ്ങൾക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെറ്ററായി തോന്നുന്നത് സാധാരണ ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു പോളിസിയാണ്. അത് പ്രീമിയം കുറഞ്ഞ, അതായത് ഒരു ഫാമിലിക്ക് ഒരു 2500 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2000 രൂപ മിനിമം കിട്ടത്തക്ക രീതി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ അന്നത്തെ ആ ചിലവ് ഒരു 10 ദിവസം കിടന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ചിലവ് ഇതിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി കൂടുതൽ ഇതിൻ്റെ ഈ പോളിസിയെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്ക് നമുക്ക് പ്രസൻറ്റേഷനിലോട്ട് പോവാം. പ്രസൻറ്റേഷൻ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നതാണ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഹായ് എവരിവൺ, വെൽക്കം ടു ബാക്ക് പവർലിങ്ക് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യത്യസ്തമായൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികളോ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുകയല്ല. നമുക്ക് എന്ത് ചിലവാണോ വരുന്നത് ആ ചിലവ് നികത്തുക മാത്രമാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ നമ്മുടെ വരുമാനം നിലയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ആശുപത്രി ബിൽ അവ നികത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനൊരു പരിഹാരമാണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന പോളിസി. ഹെൽത്ത് ഇൻഷുറൻസ് നിലവിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണിത്. ഈ പോളിസി നമുക്കായി നൽകുന്നത് ഇന്ത്യയിലെ പ്രമുഖ സ്റ്റാൻഡ് ലോൺ കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. നമുക്കിതിന്റെ ഗുണങ്ങളും ഫീച്ചേഴ്സും ദോഷങ്ങളും ഒന്ന് നോക്കാം. ഈ പോളിസിയുടെ പേരാണ് സ്റ്റാർ ഹെൽത്ത് ഹോസ്പിറ്റൽ ക്യാഷ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലിയായും നമുക്ക് എടുക്കാം. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫാമിലി ആയിട്ടാണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, മാക്സിമം 3 കുട്ടികൾ. ഈ പോളിസി എടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈദ്യ പരിശോധനയും ആവശ്യമില്ല. പോളിസിയുടെ പ്രീമിയം 1, 2, 3 എന്നീ കാലാവധിക്ക് അടയ്ക്കാം. 24 മണിക്കൂറും ഹോസ്പിറ്റൽ അഡ്മിഷൻ ലഭ്യമാണ്. ഈ പോളിസി ലൈഫ് ലോങ് റിന്യൂ ചെയ്യാവുന്നതാണ്. ഈ പോളിസി 2 ടൈപ്പ് ഓപ്ഷൻ ലഭ്യമാണ്. ഇനി ഇതിൽ ഏത് വേണമെങ്കിലും കസ്റ്റമർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് പ്ലാനും രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് പ്ലാനുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നാമത്തെ ബേസിക് പ്ലാൻ. ആശുപത്രിയിൽ കിടക്കുന്ന ദിവസം കസ്റ്റമറിന് കിട്ടേണ്ട തുക കസ്റ്റമർക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് 1000, 2000, 3000 എന്നിങ്ങനെ. ആശുപത്രിയിൽ കിടക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏത് തുകയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് അത് നിങ്ങൾക്ക് കിട്ടും. ഈ പോളിസിയിലൂടെ കിട്ടുന്ന തുക നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാം. അതുപോലെ വർഷത്തിൽ എത്ര ദിവസം ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് വേണമെന്നതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
ഉദാഹരണത്തിന് 30, 60, 90, 120, 180 എന്നീ ഓപ്ഷനുകൾ ബേസിക് പ്ലാനിൽ ലഭ്യമാണ്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് പ്ലാൻ ആണ്. അതായത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ ദിവസത്തെ തുക, അതായത് 3000, 5000 എന്നിങ്ങനെയാണ്. അതുപോലെ ഒരു വർഷത്തിൽ ഹോസ്പിറ്റൽ ക്യാഷ് കിട്ടേണ്ട പരമാവധി ദിവസങ്ങൾ 90, 120, 180 ഡേയ്സ് ആണ്. നിങ്ങൾ ഒരു അസുഖം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബേസിക് പ്ലാൻ ആണെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ദിവസങ്ങളിൽ നിന്ന് ഒരു ദിവസം കുറച്ചതിന് ശേഷം മാത്രമാണ് ക്ലെയിം തുക ലഭിക്കുകയുള്ളൂ. എന്നാൽ എൻഹാൻസ്ഡ് പ്ലാനിൽ ഒരു ദിവസം കുറയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു അപകടത്തെ തുടർന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത തുകയുടെ 150% നിങ്ങൾക്ക് ബേസിക് പ്ലാനിലും എൻഹാൻസ്ഡ് പ്ലാനിലും ലഭിക്കും. ICUലാണെങ്കിൽ തിരഞ്ഞെടുത്ത തുകയുടെ 200% ബേസിക്കിലും എൻഹാൻസ്ഡ് പ്ലാനിലും ലഭിക്കും. ഇനി പോളിസിയുടെ പ്രധാനപ്പെട്ട വെയിറ്റിംഗ് പീരീഡ് നോക്കാം. ഇനി നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോളിസിക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഇല്ല എന്നതാണ്. റീഇംബേഴ്സ്മെന്റ് മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒറിജിനൽ ബിൽ കാണിച്ചാലാണ് ക്ലെയിം കിട്ടുകയുള്ളൂ. എന്നാൽ ഈ പോളിസിക്ക് ഒറിജിനൽ ബിൽ വേണമെന്നില്ല. സ്റ്റാർ ഹെൽത്ത് എന്നത് ഒരു സ്റ്റാൻഡ് ലോൺ കമ്പനി ആയതുകൊണ്ട് ക്ലെയിം കാര്യങ്ങളിലും സർവീസുകളിലും കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയും. 10,000 പരം ആശുപത്രികളും 2,000 പരം ലാഭങ്ങളുമായി സ്റ്റാർ ഹെൽത്തിന് ടൈപ്പ് ഉണ്ട്. പ്രധാനമായും 3 ടൈപ്പ് ക്യാഷ്ലെസ് ഫെസിലിറ്റിയാണ് ഉള്ളത്. 1 നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, 2 എഗ്രേഡ് നെറ്റ്വർക്ക്, 3 വാല്യൂ സർവീസ് പ്രൊവൈഡേഴ്സ്. ഇവയാണ് പ്രധാനമായും ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന പോളിസിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495 11 6601.